നേരത്തും കാലത്തും വരൂല എന്നിട്ട് തന്നെ ഇതാ ശ്യാമല്ലേ? അതേടാ, ഇത് ജസ്റ്റിൻ ചേട്ടന്റെ വണ്ടിയാണല്ലോ. ഇവരെന്താ പരിപാടി ഇവിടെ? ചേട്ടത് മറ്റേ അനക്കം പഠിച്ചാനാണോ? പൊരിയലടാ പറക്കും. ഏട്ടാ ശ്യാമേ, ഇതൊക്കെ വേണ്ടത് പരിപാടിയാട്ടാ. നീ ഇതൊന്നും ഉപയോഗിക്കല്ലേ. ആണുങ്ങളൊക്കെ ഇത് ഉപയോഗിക്കും. ഇത് ഉപയോഗിച്ചുള്ള സുഖം നിനക്കൊന്ന് പറഞ്ഞാ മനസ്സിലാവില്ല. നീക്ക് ഈ പാൽക്കുപ്പയായിട്ട് നടന്നു അങ്ങനെ. ഇതങ്ങനെ നീ ആരെങ്കിലോടും പറഞ്ഞ നിന്നെ കൊന്നാ കളയും. നീ ഇങ്ങോട്ട് പോന്നേറാ, നമുക്കിവിടെ നിക്കണ്ട. അമ്മ, ആ ശ്യാമില്ലേ, അവൻ നമ്മൾ വിചാരിക്കണ പോലെയല്ല. അവൻ ലഹരി ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടു. മോനെ, നീ ഇതാരോടും പറയാൻ നിക്കണ്ടാട്ടാ. ഇത് നിന്റെ വൈകുന്നേരം വെച്ച നീ അവനായിട്ടുള്ള കൂട്ടായിട്ട് എടുത്തിക്കോ. ശരി അമ്മേ. ഇത് നീ ആർക്കാച്ച കൊടുത്തോ? പക്ഷെ ഇത് നീ കൊടുത്തിട്ട് പൈസ അത് വാങ്ങിക്കണ്ട. മുജീബേ, അത് വാങ്ങിക്കണ്ട. അയ്യോ അമ്മേ. സ്വപ്നായിരുന്ന അമ്മ പറയണ പോലും ചെയ്യാൻ പറ്റില്ലേ? മുജീബ് പറയണ പോലും ചെയ്യാൻ പറ്റില്ല. ഇനി എന്താ ചെയ്യാ? ഐഡിയ. ഇജ്ജറിഞ്ഞ നമ്മുടെ ജസ്റ്റിനെ പോലീസ് പിടിച്ചു. അപ്പൊ നമ്മുടെ കൂട്ടുകാരോ? ഇരുട്ടിന്റെ കൂടാരത്തിൽ നിന്ന് വെളിച്ചത്തിന്റെ പുനർജനിയിലേക്ക് അവൻ കൂട്ടുകാരെ നയിച്ചു. ഭയത്തെ മറികടന്ന് മുജീബിനെ പോലും ഒന്നും അറിയിക്കാതെ SPGയുടെ സഹായത്താൽ ഒരു സാമൂഹിക വിപത്തിനെ അവൻ ഒഴിവാക്കി. അറിവിന്റെ വാതായനങ്ങളിൽ ലഹരിയുടെ കടന്നുകയറ്റം കണ്ടപ്പോൾ പ്രലോഭനങ്ങളിൽ വീഴാതെ അവൻ പറഞ്ഞതുപോലെ നമുക്കും ഉറച്ച ശബ്ദത്തിൽ പറയാം, സേ നോ ടു ഡ്രഗ്സ്.